തമിഴ്നാട്ടിലെ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സംസ്ഥാനത്തുടനീളമുള്ള ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിലുള്ള 717 ടാസ്മാക് മദ്യവിൽപ്പനശാലകൾ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷന് കീഴിൽ തമിഴ്നാട്ടിലുടനീളം 4765 ചില്ലറ മദ്യവിൽപ്പനശാലകളാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ബസ് ടെർമിനലുകൾ എന്നിവയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകൾ കണ്ടെത്താനായി ഉദ്യോഗസ്ഥർ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുകയാണ്. ആരാധനാലയങ്ങൾക്ക് സമീപം 276 മദ്യശാലകളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം 186 എണ്ണവും, ബസ് സ്റ്റാൻഡുകൾക്ക് സമീപം 255 എണ്ണവുമുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെയാണ് അടച്ചുപൂട്ടേണ്ട ആകെ മദ്യശാലകളുടെ എണ്ണം 717 ആയത്. മദ്യവിൽപ്പനശാലകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ടാസ്മാക് ഔട്ട്ലെറ്റുകൾ പൊതുയിടങ്ങൾക്ക് സമീപമാണെന്നത് സംബന്ധിച്ച പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമാണ് നീക്കമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിന്റെ ആദ്യപടിയെന്നോണമാണ് ഇപ്പോൾ മദ്യവിൽപ്പനശാലകൾക്ക് പൂട്ടുവീഴുന്നത്. DMK സർക്കാരിന് ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ ഒന്നായിരുന്നു ടാസ്മാക് അഴിമതി. തമിഴ്നാട്ടിലെ സർക്കാർ അംഗീകൃത മദ്യവിൽപ്പനശാലകളാണിവ. ഇവയ്ക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നു എന്നായിരുന്നു ആരോപണം. ആ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ടാസ്മാക്കുകൾ അനുവദിച്ചതിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. കുട്ടികൾ പോലും മദ്യപിച്ച് സ്കൂളിലേക്ക് വരുന്നത് സംബന്ധിച്ച് വലിയ തോതിൽ വാർത്തകളടക്കം വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് കൂടുതൽ ടാസ്മാക്കുകൾ തുറക്കുന്നതിനെതിരെ വിജയ് തന്റെ പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചത്. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടാകുന്ന ആക്രമണങ്ങളെക്കുറിച്ചുമായിരുന്നു. താൻ മുഖ്യമന്ത്രിയായ ലഹരി മാഫിയകൾക്ക് കൂച്ചുവിലങ്ങിടുമെന്ന തരത്തിൽ വിജയ് തന്റെ പല പ്രസംഗങ്ങളിലും സൂചിപ്പിച്ചിരുന്നു. മുൻപ് ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു. കുറച്ച് ചില്ലറ വിൽപ്പനശാലകൾ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. സ്റ്റാലിൻ സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി 90 ടാസ്മാക് വിൽപ്പനശാലകൾ അടച്ചുപൂട്ടിയിരുന്നു. ഇതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനുള്ള ആദ്യ ചുവട് വെച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. അതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ വമ്പൻ പ്രഖ്യാപനങ്ങളും വിജയ് നടത്തിയിരുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകാനുള്ള ഫയലിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ആദ്യം ഒപ്പിട്ടത്. TVKയുടെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനമായിരുന്നു സൗജന്യ വൈദ്യുതി. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ ഈ ഫയലിൽ വിജയ് ഒപ്പിടുകയും ചെയ്തിരുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക സേന രൂപീകരിക്കുന്നതിനുള്ള ഉത്തരവിലും വിജയ് ഒപ്പിട്ടു. തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയ ആളുകളെ വഞ്ചിക്കില്ലെന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിജയ് പറയുകയും ചെയ്തിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ DMK സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. ഇതൊരു പുതിയ തുടക്കമാണെന്നും യഥാർത്ഥ മതേതര സാമൂഹിക നീതിയുടെ ഒരു പുതിയ യുഗം ഇപ്പോൾ ആരംഭിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഒരു രാജകീയ വംശപരമ്പരയിൽ നിന്ന് വന്നവനല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് പ്രസംഗം ആരംഭിച്ചത്. തന്റെ സർക്കാർ സുതാര്യമായിരിക്കുമെന്നും ജനങ്ങളുടെ ഒരു ചില്ലിക്കാശ് താൻ തൊടില്ല, അഴിമതിയെക്കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കണമെന്നും വിജയ് പറഞ്ഞിരുന്നു. തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ന്യായമായ സമയം നൽകണമെന്ന് വിജയ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മുൻ DMK സർക്കാർ സംസ്ഥാനത്തിന് 10 ലക്ഷം കോടി രൂപയുടെ കടം വരുത്തിവെച്ചു. ഭാവിയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ധനാവസ്ഥയെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പത്രികയിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുമെന്നും വിജയ് പറഞ്ഞു. സുതാര്യമായ ഒരു ഭരണ സംവിധാനമായിരിക്കും തന്റെ സർക്കാർ കാഴ്ചവെക്കുക. വിദ്യാഭ്യാസം, ഭക്ഷ്യവിതരണം, ആരോഗ്യം എന്നിവയ്ക്കായിരിക്കും സർക്കാർ പ്രഥമ പരിഗണന നൽകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് വിജയ്ക്ക് സത്യവാചകം ചൊല്ലി നൽകിയത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രധാന നേതാക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിജയുടെ കുടുംബാംഗങ്ങളും TVK പ്രവർത്തകരും സിനിമാ താരങ്ങളും അടക്കം വലിയ നിരയാണ് ചടങ്ങിന് സാക്ഷികളായത്. 120 MLA മാരുടെ പിന്തുണയോടെയാണ് TVKയുടെ സർക്കാർ രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.